നമസ്കാരം. ചടയമംഗലം പഞ്ചായത്തിൽ 6ഓളം പാറക്കോറികൾ അനുമതി കാത്തു. പഞ്ചായത്തും പാറക്കോറി മാഫിയയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട്. കോൺഗ്രസ് ചടയമംഗലം മണ്ഡലം പ്രസിഡന്റ് AR റിയാസ് പ്രതികരിക്കുന്നു. ചടയമംഗലം പഞ്ചായത്തിൽ നിരവധി കോറികൾക്കാണ് പുതുതായി ലൈസൻസ് കൊടുക്കുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഒരു പാറക്കോറിക്ക് ഇപ്പോൾ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞത് കണ്ണമ്പാറയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണമ്പാറ ഇനിയും ഒട്ടനവധി കോറികൾക്ക് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുകയാണ്. ഈ കോറികളെല്ലാം കൂടി ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ നാടിന്റെ സ്ഥിതി വളരെ പരിതാപകരമായി മാറും. ഈ കോറികൾക്ക് ലൈസൻസ് നൽകുന്നതിന് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ യാതൊരുവിധ പഠനവും നടത്താതെ ഈ നാട്ടിലെ ജനങ്ങളെക്കുറിച്ചോ ഈ നാട്ടിലെ ഭൂമിശാസ്ത്രപരമായോ യാതൊരുവിധ പഠനങ്ങളും നടത്താതെ വെറും അശാസ്ത്രീയമായിട്ട് മറ്റ് താല്പര്യം മുൻനിർത്തിയാണ് ഈ കോറികൾക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. ഈ കോറികൾ ഈ നാട്ടിലെ സമാധാന ജീവിതം തകർക്കുമെന്നതിൽ ആർക്കും തന്നെ സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, കണ്ണമ്പാറ കോറിയുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഇതിൽ ഒന്നുപോലും പരിശോധിക്കുവാനോ ഒന്നിനും നടപടിയെടുക്കുവാനോ പഞ്ചായത്ത് തയ്യാറാവുന്നില്ല. പഞ്ചായത്തിന്റെ അധികാരികൾ പറയുന്നത് ഇതിലെല്ലാം ലൈസൻസ് മറ്റ് എവിടെന്നോ കിട്ടുന്നു എന്ന നിലയിലാണ് പ്രചരണം. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണ്. ഇതിനെല്ലാം പഞ്ചായത്ത് ലൈസൻസാണ് കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നമ്മുടെ കൈവശമുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഓരോ പാറക്കോറിക്കും ലൈസൻസ് കൊടുക്കുവാനാണ് തീരുമാനമെടുത്തത്. അതുകൂടാതെ നമുക്കറിയാം, പോരയിടത്ത് കണ്ണമ്പാറ, ഇനി അടുത്തതായി വരാൻ പോകുന്ന ചാപ്ര എന്ന് പറയുന്ന ഒരു കോറി, ആ കോറിക്ക് പബ്ലിക് ഹിയറിംഗ് പോലും ഇവിടെ അതിന്റെ യഥാർത്ഥ രീതി നടത്തിയിട്ടില്ല. വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. നമ്മൾ ഈ കണ്ണമ്പാറ ഇപ്പോൾ ഒരു പുതിയ ഒരു പാറക്കോറി ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ വർക്കുകൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ആ പ്രദേശത്തുള്ള 3 വാർഡ് മെമ്പർമാർ യഥാർത്ഥത്തിൽ വിയോജനക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ വിയോജനക്കുറിപ്പ് മുഖവിലയ്ക്ക് എടുക്കാതെയാണ് പിന്നെ ആ പാറക്കോറിക്ക് അനുമതി കൊടുത്തതെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ പെർമിറ്റ് ലഭിച്ചിരിക്കുന്ന പാറക്കോറിയുമായി ബന്ധപ്പെട്ട വിഷയം പഞ്ചായത്ത് ചർച്ചയ്ക്ക് വന്നപ്പോൾ ആ പ്രദേശത്തെ 3 വാർഡ്, ഒന്ന് തെരുവുംപാറ, ഒന്ന് പോരയിടം, ഒന്ന് മൂലങ്കോട് വാർഡ് മെമ്പർ കോൺഗ്രസിന്റെ UDFന്റെ മെമ്പറാണ്. ഈ 3 അംഗങ്ങളും ശക്തമായ വിയോജനക്കുറിപ്പ് കൊടുത്തിരുന്നു. അവിടെ ജനകീയ സമിതി രൂപീകരിച്ച് ഈ സമരത്തിന് മുൻപന്തിയിലും ഇവരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമരം മുന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ ഈ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പോലെ ഇവരുടെ വാക്കിലെയും പ്രവൃത്തിയിലെയും അന്തരം ജനങ്ങൾ തിരിച്ചറിഞ്ഞ മൂലം ഇടത് ജനപ്രതിനിധികൾക്ക് ഈ സമരത്തിന്റെ പിറകിലേക്ക് പോകേണ്ടി വന്നു. ഇപ്പോൾ ആ സമരത്തിന് മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗങ്ങളും കോൺഗ്രസിന്റെ നേതാക്കളും മാത്രമാണ്. ഇടത് ജനപ്രതിനിധികൾക്ക് ആ സമരത്തിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. അത് അവരുടെ നിലപാടിലെ കാപട്യം അവിടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ പഞ്ചായത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയും വലിയൊരു പ്രതിഷേധം ശക്തിപ്പെട്ടിട്ടും പഞ്ചായത്ത് ഇതിനെക്കുറിച്ച് എന്താണ് ഇപ്പം നിലപാട്? അവരുടെ ഒരു നിലപാട് കാണുമല്ലോ. അത് പിന്നെ താങ്കളുടെ അഭിപ്രായത്തിൽ എന്ത് നിലപാടാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചടയമംഗലത്ത് പുതുതായി വരുന്ന പാറക്കോറികൾ ഇവിടുത്തെ ജനങ്ങളുടെ സമാധാനം തകർക്കുന്നതിൽ ആർക്കും തന്നെ തർക്കമില്ല. പഞ്ചായത്തിന് പാറക്കോറിക്ക് വിരുദ്ധമായ നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെങ്കിൽ പഞ്ചായത്ത് ചെയ്യേണ്ടത് ഇനി ഒരു കോറിക്കും അനുമതി കൊടുക്കാൻ പാടില്ല. ഇത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അജണ്ടയായി കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് വിയോജനക്കുറിപ്പോട് കൂടിയാണ് ഈ പഞ്ചായത്ത് പ്രാഥമികമായ ലൈസൻസ് അവർക്ക് കൊടുക്കുന്നത്. ആ പ്രാഥമികമായ ലൈസൻസിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് റവന്യൂ വകുപ്പിൽ നിന്നും ജിയോളജി വകുപ്പിൽ നിന്നും ലൈസൻസ് വാങ്ങാൻ പാറ പൊട്ടിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റും പാറക്കോറിക്ക് എതിരാണെങ്കിൽ ഇനി ഒരു പാറക്കോറിക്കൂടെ ലൈസൻസ് കൊടുക്കാൻ പാടില്ല. അതാണ് നമ്മുടെ അഭിപ്രായം. ഇപ്പോൾ ഈ ചടയമംഗലം പഞ്ചായത്തിന്റെ കീഴിൽ എത്ര പാറക്കോറിക്കാണ് ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുള്ളത്? അതിനെക്കുറിച്ച് അറിയാമോ? ചടയമംഗലം പഞ്ചായത്തിന്റെ കീഴിൽ കണ്ണമ്പാറ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ 3 പാറക്കോറിക്ക് ലൈസൻസിന് അപേക്ഷ വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിന് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിച്ചു തുടങ്ങി. ഇനി 2 എണ്ണത്തിന് ലൈസൻസ് കിട്ടാറുണ്ട്. അതുപോലെ ചടയമംഗലത്ത് കണ്ണങ്കോട് വാർഡിൽ 2 ലൈസൻസിനാണ് അപേക്ഷ വന്നിട്ടുണ്ട്. അതുപോലെ അക്കോണം വാർഡിൽ പുതുതായി ഒരു കോറി, അത് അപേക്ഷ വെച്ചെന്ന് എനിക്കറിയത്തില്ല, അതും അതിൻ്റെ അകത്ത് വസ്തുവൊക്കെ വാങ്ങി കാര്യങ്ങൾ റെഡിയായിരിക്കുകയാണ്. അങ്ങനെ നിരവധി കോറികൾ ഈ ചടയമംഗലം പഞ്ചായത്തിൽ വരികയാണ്. ഇതിനെല്ലാം അനുമതി കൊടുക്കുന്നവർ തന്നെ പറയും, അനുമതി കൊടുത്തു കഴിഞ്ഞിട്ട് അവർ പറയുന്നത് ഇത് ഞങ്ങളല്ല കൊടുത്തത്. ഇതെങ്ങനെ ഈ നാട്ടിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാം? യഥാർത്ഥത്തിൽ ഒരു പഞ്ചായത്ത് അങ്ങനെ ഒരു കളക്ടറിൽ പോയാലും നമ്മൾ ഈ ഒരു അനുമതി കിട്ടണമെങ്കിൽ, കൃത്യമായ ഒരു അനുമതി കിട്ടണമെങ്കിൽ അത് പഞ്ചായത്തിന്റെ കൃത്യമായ ഇടപെടലിലൂടെ നടന്നെങ്കിലല്ലേ അതിന് അനുമതി കിട്ടുകയുള്ളൂ, അല്ലാതെ കിട്ടുമോ? നമ്മുടെ പഞ്ചായത്ത് രാജ്യ നിയമം അനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഒരു ബിൽഡിംഗ് വയ്ക്കുന്നതിനോ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനോ അതിന് അടിസ്ഥാനപരമായ അതിന്റെ പെർമിറ്റ് കൊടുക്കേണ്ടത് പഞ്ചായത്താണ്. പഞ്ചായത്ത് കൊടുക്കുന്ന പെർമിറ്റ്
ആണ് പ്രാരംഭ പെർമിറ്റ്. ആ പെർമിറ്റിൽ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള പെർമിറ്റുകൾ വാങ്ങുന്നത്. ഇപ്പോൾ കോറിയുടെ വിഷയം വരുമ്പോൾ കോറിക്കാർ ആദ്യം വാങ്ങുന്നത് പഞ്ചായത്ത് പെർമിറ്റാണ്. പഞ്ചായത്തിന്റെ അനുമതി കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള വകുപ്പുകളുടെ അനുമതികൾ കിട്ടൂ. പഞ്ചായത്ത് അനുമതി കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഈ വ്യവസായമോ ഈ സ്ഥാപനമോ ബിൽഡിങ്ങോ വെക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇത്രയും വലിയ ശക്തമായ പ്രതിഷേധം, അതായത് വാർഡ് മെമ്പർമാരുൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധിച്ചിട്ടും ഇത് ഇങ്ങനൊരു അതായത് ഇത് അനുമതി കൊടുക്കുന്നതിന് പിന്നിൽ അതൊരു ദുരൂഹതയില്ലേ യഥാർത്ഥത്തിൽ? ഇങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ പഞ്ചായത്ത് പാറക്കോറിയെ പരസ്യമായി നമ്മൾ എല്ലാവരും തള്ളി പറയുമ്പോഴും അതിന്റെ മറുതലയ്ക്ക് ഇതിന് അനുകൂലമായി നിൽക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഈ പാറക്കോറിയുടെ CSR ഫണ്ട്, കോർപ്പറേറ്റീവ് റെസ്പോൺസിബിൾ ഫണ്ട്, ഇപ്പോൾ ഒരു വ്യവസായം തുടങ്ങുന്ന ആൾ ഒരു നിശ്ചിത തുക അതാത് ഈ വ്യവസായം നിലനിൽക്കുന്ന ഭാഗത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മറികടക്കുവാൻ, അവരുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവിടെ റോഡ്, പാലം അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് ചട്ടമുണ്ട്. ആ CSR ഫണ്ടിൽ നിന്നും കോരയിടത്തെ AP അബ്ദുൽ കലാം എന്ന് പറയുന്ന അവരുടെ വായനശാല, അത് CPIയുടെ പാർട്ടി ഓഫീസാണ്. ആ പാർട്ടി ഓഫീസ് ഉൾപ്പെടെ തുക അനുവദിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് അതിന്റെ മിനിസ്റ്ററിന്റെ പകർപ്പ് ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പാറക്കോറിക്ക് എതിരായി സംസാരിക്കുന്നവർ അത് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്ന് നമുക്കിപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കോരയുടെ കണ്ണമ്പാറ സമരത്തിൽ നിന്നും ഈ ആദ്യം പറഞ്ഞതുപോലെ 3 പഞ്ചായത്ത് അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മെമ്പർമാർക്ക് ആ സമരത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നത് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഈ ചടയമംഗലം പഞ്ചായത്തിലെ പാറക്കോറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേട്ടക്കാരന് ഇരയ്ക്ക് ഒപ്പമാണ് പഞ്ചായത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇരയോടൊപ്പമാണെന്ന് പറയുകയും എന്നാൽ വേട്ടക്കാരനോടൊപ്പം ഓടുകയുമാണ് ചെയ്യുന്നത്. ഈ കാപട്യം, ഈ പൊള്ളത്തരം ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് കോൺഗ്രസിന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കട്ടെ എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ആയുർ ന്യൂസിനു വേണ്ടി മുജീബ് ആക്കൽ.